ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയുമായിട്ട് ഇന്ന് ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് നല്ല പാലക് ചീര കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു തോരൻ വെക്കാം. ആദ്യം പാലക് ചീര നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തണ്ട് കളഞ്ഞിട്ട് ഇതേപോലെ നല്ലതായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം. പാലക് സാധാരണ ഡാൽ കറിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ പൊട്ടറ്റയും കൂടെ അരിഞ്ഞ് നല്ല രീതിയിൽ ബാജിയും അത് വെക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടറ്റയും കൂടെ ചേർത്ത് ഒരു പൊട്ടറ്റയും കുറച്ച് സവാളയും ഒക്കെ ചേർത്തിട്ട് നല്ലൊരു ബാജി വെക്കാം കേട്ടോ. ഇതേപോലെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. കണ്ടോ, കുറച്ച് വലുതായിട്ട് അരിഞ്ഞാലും കുഴപ്പമില്ല, കാരണം അതിനകത്ത് പാലക്കിൽ നല്ലതായിട്ട് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതാണ്. അപ്പോൾ അത് ഒബ്സർവ് ചെയ്യാൻ കൂടിയാണ് നമ്മൾ ഒരു പൊട്ടറ്റയും കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നത്. പൊട്ടറ്റയും സവാള ഇതേപോലെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ പീല് കളഞ്ഞിട്ട് നല്ല രീതിയിൽ നമുക്ക് പൊട്ടറ്റോ കുറച്ച് വലുപ്പത്തിൽ ഇച്ചിരി തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. പൊട്ടറ്റയും ഓണിയനും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇതിന് നമുക്ക് കുറച്ച് നാളികേരം ആവശ്യമാണ്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്. ഈ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ച് 2 വറ്റൽമുളകും കൂടെ ചേർത്ത് നമ്മുടെ പൊട്ടറ്റയും ഓണിയനും കൂടെ നന്നായിട്ടിട്ട് വഴറ്റുക. ഇതേ കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് ഒന്ന് വഴറ്റുക. നമുക്കൊന്ന് മൂടി വെക്കാം, നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനുശേഷം മിക്സി ജാറിൽ നമുക്ക് നാളികേരം, ജീരകം, ചില്ലി, മഞ്ഞൾപ്പൊടി, 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് നമ്മുടെ തോരൻ്റെ പരുവത്തിൽ അരച്ചെടുക്കാം. ഇതേപോലെ കണ്ടില്ലേ. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക് ചീര ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒത്തിരി ഉണ്ടെന്ന്, പക്ഷേ വെന്ത് കഴിയുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നന്നായിട്ടിട്ട് വഴറ്റുക. നമുക്ക് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം, നന്നായിട്ടൊന്ന് വെന്തോട്ടെ. കണ്ടില്ല, അതിനകത്ത് വാട്ടർ ഇറങ്ങുന്നതുണ്ടോ? നമ്മളൊരു വെള്ളം അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, പക്ഷേ അതിനകത്ത് വാട്ടറും ഉണ്ട്. നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നല്ലതായിട്ടൊന്ന് തല്ലിപ്പൊത്തി വെക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് റെഡിയാവും കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. കണ്ടില്ലേ, നമ്മുടെ പാലക് ചീര നന്നായിട്ട് വെന്ത് നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. കണ്ടില്ലേ, പാലക് ചീര ബാജി റെഡിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.